ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പം ഇന്ന് നമുക്ക് കൃഷ്ണ ബലരാമിന്റെ ടെമ്പിളിന്റെ നേതൃത്വത്തില് ഒരു ഫെസ്റ്റിവൽ നമ്മൾ നടത്തുന്നുണ്ട്. അതിന് നൗകാ വിഹാർ എന്ന് പറയും, അല്ലെങ്കിൽ ബോട്ട് ഫെസ്റ്റിവൽ എന്ന് നമ്മൾ പറയും. ഇത് ഇപ്പൊ നമ്മൾ ഇന്ന് നടത്തുന്നത്, ഇന്ന് ശനിയാഴ്ച, രണ്ടാം ശനിയാഴ്ച ആയതുകൊണ്ട് എല്ലാ പ്രാവശ്യവും നടത്തുന്ന പോലെ തൃപ്പാദപുരത്ത് വെച്ചാണ് നടത്തുന്നത്. അപ്പൊ വൈശാഖ മാസത്തിലെ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു ഫെസ്റ്റിവലിന് തന്നെയാണ് ബോട്ട് ഫെസ്റ്റിവൽ. ട്രിവാൻഡ്രത്ത് മാത്രമല്ല, ഒട്ടുമിക്ക മെയിൻ ആയിട്ടുള്ള ഇസ്കോൺ ടെമ്പിൾസിലും ഈ ബോട്ട് ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട്. മായപ്പൂരൊക്കെ 3-4 ദിവസത്തെ പരിപാടിയായിട്ടാണ് ഈ ബോട്ട് ഫെസ്റ്റ് നടത്തുന്നത്. അപ്പൊ ഈ ബോട്ട് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പം എന്താ പറയാ, ഭഗവാനെയും രാധാറാണിയും ബോട്ടിൽ, അതായത് നല്ലപോലെ അലങ്കരിച്ച ഒരു നല്ലൊരു ബോട്ടില് ഭഗവാനെ രാധാറാണി ഇരുത്തി, പിന്നെ എന്താണ് കീർത്തനൊക്കെ ചെയ്ത് ആ ഒരു വെള്ളം, അതായത് ആ ഒരു ബോട്ട് അവിടുത്തെ ഇതിൽ കുളത്തിലോ ഇതിൽ ഇറക്കി കുറെ നേരം ഭഗവാൻ രാധാറാണിയും കൂടെ ബോട്ടിൽ ഇങ്ങനെ സഞ്ചരിക്കും. അതിനാണ് ബോട്ട് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അത് ഭയങ്കര രസമാണ് കാണാനും, നമ്മൾ കീർത്തനം കേൾക്കാനും, ഭഗവാൻ ഇങ്ങനെ പോകുന്നത് കാണാനും. അത് കഴിഞ്ഞ് ഇപ്പൊ എന്താണ് കീർത്തനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ബോട്ട് ഫെസ്റ്റിവല് വന്നിട്ട് ഒരു കാരണം എന്ന് വെച്ചാൽ ചൂടായതുകൊണ്ട് ഭഗവാനെ രാധാറാണിക്കും ഒരു കുളിർമ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ കാര്യം ഇത് നടത്തുന്നത്. ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. അപ്പൊ ജഗന്നാഥ് പുരിയിലൊക്കെ ഇതിനെ നൗകാ വിഹാർ എന്നാണ് പറയാറ്. അതായത് ഭഗവാനെയും രാധാറാണിയും ഇങ്ങനെ ബോട്ടിൽ ഇറക്കുന്നതിന് ഭഗവാന് ഇത്രയും ചൂട് നമുക്കറിയാം. ഇപ്പോ നമ്മള് വൈശാഖ മാസം ചൂട് കൂടുതലായതുകൊണ്ട് നമ്മൾ ഭഗവാനെ ചന്ദൻ യാത്ര നടത്തുന്നത്. അതേപോലെ ഭയങ്കര ചൂടായതുകൊണ്ട് ഭഗവാനെ വെള്ളത്തിൽ ഇറക്കി അവിടുത്തെ ഒരു സരോവരിൽ ഇറക്കി ഭഗവാനെ ഇങ്ങനെ എന്താ പറയാ കീർത്തനൊക്കെ ചെയ്ത് പോവാറുണ്ട്. അപ്പൊ അതിന് നൗകാ വിഹാരം എന്നാണ് പറയാറ്. അപ്പൊ ഈ നൗകാ വിഹാര് നടത്തുന്നതിന് പിന്നില് ഒരു കഥയുണ്ട്. ഭഗവാന്റെ തന്നെ ഒരു കഥ, ഒരു ലീലയുണ്ട്. അതായത് രാധാറാണിയെ കുറിച്ച് പറയുമ്പോൾ രാധാറാണിയുടെ കൈപുണ്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം ബെസ്റ്റ് കുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. രാധാറാണി ഉണ്ടാക്കുന്ന ഫുഡ് നമുക്ക് അത് അത്രയും ടേസ്റ്റ് ആയി. രാധാറാണി തന്റെ 3-ാമത്തെ വയസ്സിലാണ് ഫുഡ് ഉണ്ടാക്കി തുടങ്ങുന്നത്. 3 വയസ്സുണ്ടായിരുന്ന സമയത്ത് അന്ന് തൊട്ട് രാധാറാണി 108 വിഭവങ്ങൾ ഉണ്ടാക്കും. ഈ 108 വിഭവങ്ങളും ഒരു ദിവസം ഉണ്ടാക്കിയത് അടുത്ത ദിവസം ഉണ്ടാക്കൂല. അതായത് ഓരോ ദിവസവും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഒരു ദിവസം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാക്കിയേയില്ല. അടുത്ത ദിവസം ആ ഡിഷ് ഉണ്ടാവില്ല, അതിന് പുതിയ ഡിഷായിരിക്കും. പിന്നെ അതിന് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഓരോ ദിവസം ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനും ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അതായത് തലേന്ന് ഉണ്ടാക്കിയതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും അടുത്ത ദിവസം ഉണ്ടാക്കുന്നത്. അപ്പൊ അതും വെറൈറ്റി ആയിരിക്കും. അങ്ങനെയാണ് രാധാറാണിയുടെ കൈപുണ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത് വന്നിട്ട് നമ്മള് വീട്ടിലും ഭക്ഷണം കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ രാധാറാണിയെ വിചാരിച്ചിട്ട് വേണം അടുക്കളയിൽ കയറാൻ. അതായത് അടുക്കളയിൽ കയറുന്നതിന് മുമ്പ് ശ്രീമതി രാധാറാണിയെ പ്രാർത്ഥിച്ചിട്ട് കയറാന്ന് പറയും. കാരണം രാധാറാണിയാണ് ഭഗവാന്റെ ഫുഡില്, അതായത് ഭഗവാൻ ഫുഡ് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്ന ആരാണ്? രാധാറാണി. അപ്പൊ രാധാറാണീനെ വിചാരിച്ചിട്ട് വേണം നമ്മൾ ഭഗവാന് ഫുഡ് ഓഫർ ചെയ്യാനും ഫുഡ് പാചകം ചെയ്യാനും എപ്പോഴും പറയും. അതേപോലെ രാത്രി നമ്മള് അടുക്കള എപ്പോഴും നല്ല ക്ലീൻ ചെയ്തിട്ട് കിടക്കണം. പ്രത്യേകിച്ച് ഭഗവാൻ ഓഫർ ചെയ്യുന്ന അടുക്കളയാണെങ്കിൽ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് കിടക്കണം എന്ന് പറയും. കാരണം എല്ലാ ദിവസവും രാത്രി രാധാറാണി വന്ന് ആ അടുക്കള നോക്കും. കാരണം ഇത് അടുത്ത ദിവസം ഭഗവാന് പ്രസാദം ഉണ്ടാക്കാൻ പറ്റിയതാണോ, ഈ അടുക്കള അത്രയും ക്ലീൻ ആണോ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാധാറാണി വന്ന് നോക്കും എന്നാണ് പറയാ. അപ്പൊ രാധാറാണിയുടെ ആ ഒരു ഇത്, അപ്പൊ രാധാറാണിക്ക് എപ്പോഴും തന്റെ ഈ കൈപുണ്യത്തിൽ എല്ലാവരും പ്രശംസിക്കും. രാധാറാണിക്ക് ഇത് എപ്പോഴും ഭഗവാന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് ഇഷ്ടം. ഭഗവാന് പല പല ഡിഷസ് ഉണ്ടാക്കി കൊടുക്കാൻ, പല പല പ്രസാദങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനാണ് രാധാറാണിക്ക് എപ്പോഴും ഇഷ്ടം. അങ്ങനെ ഒരു ദിവസം വൃഷഭാനു മഹാരാജാവും അവരൊന്നും അവിടെ ഇല്ലാത്ത മെർസാനയിൽ അധികം ആൾക്കാരെല്ലാം വേറെ എവിടെ ഒരു സംഭവമായിട്ട് പോയ സമയത്ത് രാധാറാണിയും കുറച്ച് ഗോപികമാരും മാത്രമേ അവിടെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഈ സമയം എങ്ങനെയെങ്കിലും യൂട്ടിലൈസ് ചെയ്യണമെന്ന് വിചാരിച്ച് ഇവര് പ്രസാദം ഉണ്ടാക്കാൻ തുടങ്ങി. ഭഗവാനായിട്ട് പെട്ടെന്ന് ക്ഷണപ്പെടാന്ന് പ്രസാദം അവര് പെട്ടെന്ന് ഒരു 2 മണിക്കൂറിനുള്ളിൽ അവര് അത്രയും 108 അതിൽ കൂടുതൽ ഡിഷ് അവർ ഉണ്ടാക്കി കഴിയും. അങ്ങനെ പെട്ടെന്ന് ഷടപടാ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം വളരെ മധുരമുള്ള എന്താ പറയുക രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ അവർ ഉണ്ടാക്കാൻ തുടങ്ങി, രാധാറാണിയും ഗോപികമാരും കൂടെ ചേർന്ന്. അങ്ങനെ ഉണ്ടാക്കി എല്ലാം പാക്ക് ചെയ്ത് അവരിനി ഒരു നദി കടന്നാൽ മാത്രമേ, യമുന കടന്നാൽ മാത്രമേ അവിടെ എത്താൻ പറ്റൂ, തിരിച്ച് വൃന്ദാവനത്തിൽ എത്താൻ പറ്റൂ. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് ഭഗവാനെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ പോകുന്ന സമയത്ത് ഇച്ചിരി മഴക്കോളൊക്കെ ഉണ്ട്. അപ്പം
അങ്ങനെ രാധാറാണി പോയി. അപ്പം പക്ഷെ യമുന കടക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേക്കും ഇച്ചിരി മഴക്കോളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അധികം ആരെയും ബോട്ടിന്റെ ആരെയും കാണുന്നില്ല. അപ്പൊ ഇത് അപ്പുറത്ത് എത്തിക്കണം. ഇവര് വരുന്നതിന് മുമ്പ്, ഇവിടുത്തെ ആൾക്കാർ വരുന്നതിന് മുമ്പ് ഇത് അപ്പുറത്ത് എത്തിക്കണം, എന്നിട്ട് തിരിച്ചു വരികയും ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നോക്കിയപ്പോഴത്തേക്കും അവിടെ അങ്ങനെ തോണി തൊഴുന്ന ആൾക്കാരൊന്നുമില്ല. അപ്പൊ രാധാറാണിക്ക് ഭയങ്കര വിഷമമായി. കഷ്ടപ്പെട്ട് ഇത്രയും ഉണ്ടാക്കിയിട്ട് ഇത് ഭഗവാന് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിഷമമായി. അപ്പൊ നോക്കുമ്പോ ഒരു വൃദ്ധനായിട്ടുള്ള ഒരു തോണിക്കാരൻ ആ സൈഡിലുണ്ട്, നദിയുടെ അവിടെ ഉണ്ട്. അപ്പൊ രാധാറാണി പോയിട്ട് അവരടുത്ത് ഗോപികമാരും രാധാറാണിയും കൂടെ പോയി അയാളടുത്ത് ചോദിക്കും, ഞങ്ങൾക്ക് ഇത്തിരി അക്കരെ എത്തിക്കാമോ, അപ്പുറത്ത് എത്തിക്കാമോ എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ പറയും, നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി നടക്കണോ, കണ്ടില്ലേ മഴക്കോളുണ്ട്, ഇനി നമ്മൾ പോയാ എന്ത് ചെയ്യും, എനിക്ക് നിങ്ങൾ അവിടെ വിട്ടിട്ട് എനിക്ക് തിരിച്ചു വരണം, ഭയങ്കര പ്രശ്നമായിരിക്കും, അതുകൊണ്ട് എനിക്ക് അങ്ങ് എത്തിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പൊ രാധാറാണി പറയും, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഫുഡ് ഉണ്ടാക്കി ഞങ്ങൾക്ക് അപ്പുറത്ത് കൊടുക്കാനുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് എത്തിക്കുമെന്ന് ചോദിക്കും. അപ്പൊ പറയും, ആണോ, എന്നാ എനിക്ക് ഇപ്പൊ ഞാൻ എത്തിക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് നല്ല വിശപ്പുണ്ട്, ആ വിശപ്പിൽ എനിക്ക് തോന്നി കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറയും. അപ്പൊ രാധാറാണി പറയും, ശരി എന്നാ ഇതിൽ നിന്ന് കുറച്ച് ഫുഡ് നിങ്ങൾക്ക് തരാം, നിങ്ങൾ അത് കഴിച്ചിട്ട് ഞങ്ങൾ അപ്പുറത്ത് കൊണ്ട് എത്തിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ രാധാറാണി ഉണ്ടാക്കി വെച്ചത് എല്ലാം ബെസ്റ്റ് ആണ്, പക്ഷെ അതില് രാധാറാണിക്ക് അത്ര പിടുത്തമില്ലാത്തത്, ഇഷ്ടപ്പെടാത്ത രണ്ട് ഫുഡ് എടുത്ത് കൊടുക്കും. നമ്മൾ അങ്ങനെയാണല്ലോ, വേറൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളവര് വെച്ചിട്ട് നമുക്ക് ഏതാണോ ഇഷ്ടപ്പെടാത്ത അതല്ലേ നമ്മൾ എടുത്ത് അപ്പുറത്ത് കൊടുക്കുക. അതേപോലെ രാധാറാണി ഉണ്ടാക്കിയിൽ വെച്ചിട്ട് രാധാറാണിക്ക് ഇഷ്ടപ്പെടാത്ത ഏതാണോ അങ്ങനെ രണ്ടെണ്ണം എടുത്ത് അയാൾക്ക് കൊടുത്തു. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് എല്ലാം കഴിച്ചിട്ട് പറഞ്ഞ എന്നാ കയറിക്കോ, ശരി എല്ലാരും കയറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ഫുഡും എടുത്ത് വെച്ച് രാധാറാണി ഗോപികമാരൊക്കെ കയറി നദി തുഴഞ്ഞു തുടങ്ങി. ഒരു കാൽ ഭാഗം എത്തിയപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും എന്താണ് എന്റെ നാവ് ഉണർന്നത്, അതായത് ഇത്രയും രുചിയാണ് രാധാറാണിയുടെ ഭക്ഷണം, അത് എന്റെ നാവിൽ നിന്ന് വീണ്ടും വെള്ളം വരുന്നത്, അതുകൊണ്ട് ഇനി തുഴയണമെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ തരണം എന്ന് പറയും. അപ്പൊ ഇതിപ്പോ പ്രശ്നമായി, കാരണം ആ കാൽഭാഗത്തില്ല, ഇനിയിപ്പൊ എടുത്ത് ചാടാനും പറ്റത്തില്ല, തിരിച്ചു പോകാനും പറ്റത്തില്ല, അപ്പുറത്ത് എത്തുകയും വേണം. അവിടെ രാധാറാണി വിചാരിച്ചു, ശരി എന്നാ അതില് അടുത്ത് നോക്കിയിട്ട് വീണ്ടും ഇഷ്ടപ്പെടാത്ത രണ്ടെണ്ണം എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ പകുതി ദൂരം എത്തിയപ്പോ വീണ്ടും അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇനിയും വിശക്കുന്നതുകൊണ്ട് ഇനി ഒരു രണ്ടെണ്ണം തരാൻ പറയും. അങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുത്ത് മുക്കാ ഭാഗം എത്തിയപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, ഇനി എന്തിനാണ് വച്ചിരിക്കുന്നത്, എനിക്ക് എല്ലാം കൂടെ എനിക്ക് എടുത്ത് തന്നൂടെ എന്ന് പറയും. അപ്പൊ ഈ രാധാറാണി എന്നിട്ടും വിചാരിച്ചു, ഭഗവാന് കൊടുക്കണ്ടേ, എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് അപ്പുറത്ത് പോകുന്നത്, ഭഗവാന് പ്രസാദം കൊടുക്കാനല്ലേ. അതുകൊണ്ട് ഏറ്റവും നല്ല രണ്ട് പ്രസാദം എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാം രാധാറാണി എന്താ പറയാ, കഴിച്ചോട്ട് പോ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്, ബാക്കി എല്ലാം അങ്ങ് കൊടുക്കും, രണ്ട് പ്രസാദം ഭഗവാന് വേണ്ടി മാറ്റി വെക്കും. അങ്ങനെ ആ പ്രസാദമൊക്കെ കഴിച്ചിട്ട് അദ്ദേഹം കുറച്ചുകൂടി തൊഴിഞ്ഞിട്ട് അദ്ദേഹം പറയും, ഇനി രണ്ടെണ്ണമായിട്ട് എന്തിനാണ് മാറ്റി വെച്ചിരിക്കുന്നത്, അതും കൂടെ എനിക്ക് തരുന്നു പറഞ്ഞാൽ അതും എടുത്തു കഴിയും. ശരി ഇനി ഭഗവാനെ കാണാം, പ്രസാദം കൊടുക്കണം, ഭഗവാനെ കാണെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ച് ആ രണ്ട് പ്രസാദം കൂടെ എടുത്ത് കൊടുക്കും, രാധാറാണി കൊടുക്കും. അപ്പൊ അദ്ദേഹം പറയും, നീ ഇത്രയും പ്രസാദം കഴിച്ചത്, അത്രയും 108 കൂടുതൽ വിഭവങ്ങളുണ്ട്, ഇത്രയും പ്രസാദങ്ങൾ കഴിച്ചപ്പോഴത്തേക്കും എന്റെ വയറ് ഭയങ്കരമായിട്ട് നിറഞ്ഞു, ഇനി എനിക്ക് തൊഴയാണ്, കുറച്ചു നേരം റെസ്റ്റ് എടുത്താലേ തൊഴയാൻ പറ്റുള്ളൂ, ഞാൻ ഇല്ലെങ്കിൽ പ്രശ്നമാവെന്ന് പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞ് ഞാൻ കുറച്ചു നേരം ഒന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കാൻ നേരത്തെ രാധാറാണിക്ക് ദേഷ്യം വരും. കാരണം ഒന്നാമതേ ഇത്രയും കഷ്ടപ്പെട്ട് അപ്പുറത്തും ഇപ്പുറത്ത് വരെ പോകുന്ന ഈ പ്രസാദം കൊടുക്കാനാണ്, അങ്ങനെയാണെങ്കിൽ എല്ലാം കഴിക്കുകയും ചെയ്ത് ഇപ്പൊ അത് അങ്ങ് ഉറങ്ങണം, ഇപ്പൊ സമയമായി അവർക്ക് തിരിച്ചെത്തേണ്ടതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, തോണി തുഴയുന്ന സംഭവം എടുത്ത് ഒറ്റ അടി രാധാറാണി പതുക്കെ ഒരു അടി അടിച്ച് ഇദ്ദേഹം വന്ന് നേരെ അവിടെ ആ യമുനയിൽ വീഴുകയും ചെയ്തു. യമുനയിൽ വീണ് ഇദ്ദേഹം എണീക്കുന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്ക് വീണ ആളല്ലേ എണീക്കുന്നത്, എണീക്കുമ്പോ എല്ലാ മേക്കപ്പും പോയി ആരാണ്, ഭഗവാൻ തന്നെയാണ് വരുന്നത്, ഭഗവാൻ തന്നെയാണ് പോയത്, വൃദ്ധനാണെങ്കിൽ തിരിച്ചു വന്നത് ഭഗവാനാണ്. അപ്പൊ ഭഗവാനാണ് ആ വൃദ്ധൻ എന്ന് കണ്ടപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, രാധാറാണിക്കും ഗോപി, കാരണം പ്രസാദം ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിയിട്ടാണ്, ഭഗവാന് വേണ്ടിയിട്ടാണ്, അത് വേസ്റ്റ് ആയില്ലെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഭഗവാൻ കുളത്തിൽ കിടക്കുന്നുണ്ട്, പിന്നെ എല്ലാ ഗോപികമാരും രാധാറാണി ആ കുളത്തിലോട്ട് എടുത്ത് ചാടുകയും അവര് പിന്നെ അവിടെ നിന്ന് കളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഇതിന്റെ ഒരു ഓർമ്മയ്ക്കും കൂടിയിട്ടാണ് നമ്മള് നൗകാവിഹാരം നടത്തുന്നത്, ബോട്ട് ഫെസ്റ്റിവൽ നമ്മൾ നടത്തുന്നത്. രാധാറാണിക്കും ഭഗവാനും ഈ ബോട്ട് ഫെസ്റ്റിവൽ
വളരെ പ്രിയപ്പെട്ട ഒരു സംഭവമാണ് ബോട്ട് ഫെസ്റ്റിവൽ. അപ്പൊ അതിന് എല്ലാത്തിനും നമ്മൾ അത് പങ്കുചേരുകയും വേണം. കാരണം അത്രയും അവർക്ക് എന്താ പറയാ ഒരു നമ്മൾ സമ്മർ വെക്കേഷൻ എന്നൊക്കെ പറയില്ല, അതേപോലെ അവര് ബോട്ടിൽ യാത്ര ചെയ്യുന്നതും അതും കാണാനും കീർത്തനം ചെയ്യാനൊക്കെ നമുക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പൊ പറ്റുന്നവരെല്ലാം ഇന്ന് നൗകാവിഹാരി തൃപ്പാദപുരത്താണ് നമ്മൾ നടക്കുന്നത്. പങ്കെടുക്കാൻ പറ്റുന്നവരെല്ലാം പങ്കെടുക്കുക. കാരണം നല്ലൊരു അനുഭവമായിരിക്കും, നല്ല രസമായിരിക്കും കാണാന്. നമുക്ക് ട്രിവാൻഡ്രത്താണെങ്കിൽ അവര് രാത്രി നമുക്ക് വേണമെങ്കിലും ആ ബോട്ടിൽ ഇരുന്ന ഭഗവാന് രാധാറാണിയും സഞ്ചരിച്ച ആ ബോട്ടിൽ വേണമെങ്കിൽ ഒരു റൗണ്ട് കൊണ്ടുപോകാൻ പറഞ്ഞ അവര് കൊണ്ടുപോകാറുണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. പിന്നെ വരുന്നത് ഇത് ബോട്ട് ഫെസ്റ്റിവൽ കഴിഞ്ഞ ഇനി അടുത്ത ദിവസം, അതായത് നാളെ വരുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് നരസിംഹ ചതുർദശി. അപ്പൊ നരസിംഹ ചതുർദശിയും നമുക്ക് നരസിംഹ ഭഗവാനെ പറ്റി പറയുമ്പോൾ നമ്മളെ എല്ലാം പ്രൊട്ടക്ഷൻ, അതായത് ഡിവോട്ടീസിന് പ്രൊട്ടക്ഷൻ തരുന്നത് നരസിംഹ ഭഗവാനാണ്. നമുക്ക് എന്തൊരു ആപത്തിൽ നിന്ന് എപ്പോഴും നമ്മളെ രക്ഷിക്കുന്നത് നരസിംഹ ഭഗവാൻ. ഒരുപാട് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റും. ഒരുപാട് ഡിവോട്ടീസിന് അനുഭവങ്ങളുണ്ട്, ഇത്രയോ അനുഭവങ്ങളുണ്ട്, നരസിംഹ ഭഗവാൻ വന്ന് രക്ഷിക്കുന്ന അനുഭവങ്ങളുണ്ട്. അപ്പൊ നരസിംഹ ഭഗവാൻ നമുക്ക് എന്ത് ആപത്ത് വന്നാലും പ്രഹ്ലാദ് മഹാരാജിനെ പോലെ ഭഗവാൻ തീർച്ചയായിട്ടും വരും. എന്തുകൊണ്ട് ഭഗവാൻ പറഞ്ഞു വരൂല? പ്രഹ്ലാദ് മഹാരാജ് വിളിച്ചപ്പോ ഭഗവാൻ വരും, ഭഗവാൻ വരും. കാരണം നമ്മുടെ ഉള്ളിലെ, പക്ഷെ വിളിക്കുന്നത് നമ്മൾ വെറുതെ വിളിച്ചാൽ പോരാ, ആ ഭക്തിയോടുകൂടി നമ്മുടെ ഉള്ളിലെ എല്ലാ ഭക്തിയും ഒരുമിച്ച് എടുത്ത് വേണം. നമുക്കൊരു ആപത്ത് വരുമ്പോൾ നരസിംഹ ഭഗവാനെ വിളിച്ച് ഉറപ്പായിട്ട് നരസിംഹ ഭഗവാൻ വരും. ജർമ്മനിയില് ഒരു സമയത്ത് ബുക്ക് ഡിസ്ട്രിബ്യൂഷന്റെ സമയത്ത് അവിടെ അന്ന് ആ സമയത്തൊക്കെ ജർമ്മനിയിൽ അധികം ഈ ബുക്ക് ഇസ്കോണിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ കുറവായിരുന്നു. അപ്പൊ ബുക്ക് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ഒരു പ്രഭു ഇറങ്ങിയാണ്. അപ്പൊ ആ പ്രഭു വന്നിട്ട് നമുക്കറിയാലോ ഇസ്കോൺ ഡിവോട്ടീസിനെ കാണുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ധോത്തിയൊക്കെ ഉടുത്ത് തിലകമൊക്കെ ഇട്ട് ഒരു പ്രത്യേകതയുണ്ട്, കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ ഈ പ്രഭു വന്നിട്ട് അവിടെ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ ചെയ്യാൻ പോകുന്ന സമയത്ത് അദ്ദേഹം നോക്കുമ്പോൾ ഒരു ആൾക്കൂട്ടം ഉണ്ട്. അപ്പൊ ആൾക്കൂട്ടത്തിന്റെ ആ സൈഡിൽ കൂടെ അദ്ദേഹം നോക്കുമ്പോഴത്തേക്കും ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരെയൊക്കെ ബെൽറ്റ് കൊണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ അടിക്കുകയാണ്, അയാൾക്കൊരു എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ അയാൾ ഇങ്ങനെ അടിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടിട്ട് വിചാരിക്കും, ഞാൻ എന്തിനാണ് അങ്ങോട്ട് പോയി വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ സൈഡ് വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോയി ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തോളാന്ന് പറയും. അപ്പൊ അങ്ങനെ ഇദ്ദേഹം പോവാണ്. അപ്പൊ ഈ ഈ ബെൽറ്റ് കൊണ്ട് അടിക്കുന്ന ആൾ ഇദ്ദേഹത്തെ നോക്കിയപ്പോ ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇസ്കോൺ ഡിവോട്ടിയെ കാണുമ്പോൾ ഒരു പ്രത്യേക, ഒരു വൈഷ്ണവനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ പറയാ ഒരു തേജസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അദ്ദേഹം ഇതേപോലെ ധോത്തിയൊക്കെ കൊടുത്ത് കണ്ടോണ്ട് ഇദ്ദേഹം വിചാരിക്കും ഇങ്ങനെ അടിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ബെൽറ്റ് എടുത്തോണ്ട് ഇസ്കോൺ ഡിവോട്ടിയുടെ ബാക്കിൽ ഓടാൻ തുടങ്ങും. അപ്പൊ ഇസ്കോൺ ഡിവോട്ടീസിന്റെ ബാക്കിൽ ഓടാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇദ്ദേഹം പേടിച്ചു. ആ ഇസ്കോൺ ഡിവോട്ടി പേടി, കാരണം ഇസ്കോണിൽ വന്നിട്ട് നമ്മൾ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനും ഒന്നും പോകാൻ. അപ്പൊ ഇദ്ദേഹം വിചാരിക്കും ഞാൻ പേഷ്യൻസ് പാലിക്കണം, ഞാൻ ക്ഷമയോടുകൂടി നിൽക്കണം എന്ന് വിചാരിക്കും. അങ്ങനെ ഇദ്ദേഹം ഓടും, ഇദ്ദേഹത്തിന്റെ പിറകെ ഓടും. എന്നിട്ട് ഇദ്ദേഹം പിന്നെയും കുറെ എന്താണ് ഈ അദ്ദേഹത്തിനെ വിട്ടിട്ട് ഇദ്ദേഹം ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടി പോയി ഒരു മാതാജിയുടെ ഫ്രണ്ടിൽ പോയിട്ട് ഇദ്ദേഹം പറയും, ഇങ്ങനെ ഭഗവത്ഗീതനെ എടുത്തു വെച്ചിട്ട് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ മാതാജി ഇതേ നോക്കുമ്പോ ആ മാതാജി അയ്യോ എന്ന് പറഞ്ഞൊന്ന് വിളിക്കുന്നുണ്ട്. ഇനി തിരിഞ്ഞു നോക്കുമ്പോ ആ ബെൽറ്റ് കൊണ്ട് അടിക്കാൻ വരുന്ന ആള് ഇങ്ങനെ അദ്ദേഹത്തിനെ വന്ന് തള്ളിയിടുന്നുണ്ട്. തള്ളിയിട്ടിട്ട് ഇസ്കോൺ ഡിവോട്ടിയെ തള്ളിയിടുന്നുണ്ട്. തള്ളിയിട്ടിട്ട് ബെൽറ്റ് കൊണ്ട് ഇങ്ങനെ അടിക്കാൻ പോകുമ്പോ ഈ ഇസ്കോൺ ഡിവോട്ടി, അതായത് വൈഷ്ണവര് നാമസ്തേ നരസിംഹ പാടും. നാമസ്തേ നരസിംഹ പാടി ഈ ബെൽറ്റ് കൊണ്ട് അടിക്കാൻ പോകുമ്പോ ഈ കൈ ഇങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. ആരുടെ? ഈ അടിക്കാൻ വന്ന ആളുടെ കൈ അനക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ നിൽക്കും. അപ്പൊ ഇയാള് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ അടിക്കണം എന്നുണ്ട്, പക്ഷെ എന്റെ കൈ താഴോട്ട് വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഉടനെ തന്നെ അവിടെ കുറച്ച് സമയത്തിനുള്ളിൽ അവിടെ പോലീസ് എത്തുകയും ഇദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നടന്ന കഥയാണ് ജർമ്മനിയിൽ. അപ്പൊ ഇത് കണ്ടിട്ട് എല്ലാവരും അതിശയാണ്. കാരണം ഇത്രയും പേരെ അടിച്ചുകൊണ്ടിരുന്ന ആള് ഇദ്ദേഹത്തിന് അടിക്കാൻ മാത്രം ഇത്ര ഇങ്ങനെ ഫ്രീസ് ആയിട്ടിരിക്കുന്ന കണ്ടിട്ട് എല്ലാവർക്കും അതിശയാ. അപ്പം എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, അങ്ങ് എന്താണ് പാടിയതെന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പൊ പറയണേ, നിങ്ങൾക്കും അത് അറിയണമെങ്കിൽ നിങ്ങൾ ഇസ്കോണിലോട്ട് വരൂ, ഭക്തി ചെയ്യൂ, നിങ്ങൾക്കത് അതിന്റെ അനുഭവം നിങ്ങൾക്കും കിട്ടും. അപ്പൊ നാമസ്തേ നരസിംഹ അദ്ദേഹം പാടിയപ്പോ ഭഗവാനെ വിളിച്ച് നാമസ്തേ നരസിംഹ പാടിയതാണ്, ഭക്തിയോട് കൂടിയാണ് പാടിയത്. അപ്പൊ നരസിംഹ ഭഗവാൻ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളില് ഒരുപാട് പേരെ, ശങ്കരാചാര്യൻ അതേപോലെ അങ്ങനെ ഒരുപാട് പേരെ ഭഗവാൻ വന്നിട്ട്, അത് നരസിംഹ ഭഗവാൻ വന്ന് രക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളും നാളത്തെ ദിവസം കൂടുതലും ഭഗവാനെ, പക്ഷെ നരസിംഹ ഭഗവാന്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്.
അപ്പൊ നമ്മള് ആവശ്യമില്ലാത്ത ചെയ്താൽ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പരിപാടികൾ ചെയ്താൽ ഭഗവാന് ദേഷ്യവും വരും. എന്നാൽ ഭഗവാന് ഭക്തന്മാരോട് ഭയങ്കര, എന്താ പറയാ, പ്രഹ്ലാദ് മഹാരാജിന്റെ പോലത്തെ വാത്സല്യമാണ് നരസിംഹ ഭഗവാന്റെ ഭക്തന്മാരോട്. അപ്പൊ നമ്മൾ നാളത്തെ ദിവസം അത്രയും നല്ല രീതിയിൽ നരസിംഹ ഭഗവാനെ പ്രാർത്ഥിക്കുക, നന്നായി നല്ല രീതിയിൽ നാമം ജപിക്കുക, നല്ല രീതിയിൽ ഭക്തി ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നരസിംഹ ഭഗവാന്റെ അനുഗ്രഹം നമ്മൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ഹരേ കൃഷ്ണ.